ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇന്ന് സൗദിയിലേക്ക് തിരിച്ചു പോവാണ്. ഇത് തലേദിവസമാണ്. സൗദിയിലേക്ക് പോകുന്നതിന്റെ തലേദിവസം എടുത്ത വീഡിയോ ആണ്. എന്റെ ഫ്രണ്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവനെ യാത്രയാക്കി തിരിച്ചു റൂമിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ്. ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. പോകാൻ വേണ്ടി ഇനി എയർപോർട്ടിലേക്ക് പോകണം. ചേട്ടനാണ് എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത്. ദുബൈയില് വന്നിട്ട് കുറേ ഹാപ്പി മൊമെന്റ്സ് ഉണ്ടായിരുന്നു. എന്താ പറയാ, നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. കുറെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടായി. എല്ലാം കൊണ്ടും നല്ലൊരു ഒരു ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു ഫുള്ളായിട്ട് ദുബൈ ട്രിപ്പ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ട്രിപ്പ് ലൈഫിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ഷാർജ എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മൾ ഷാർജ എന്നാ സൗദിക്ക് റിയാദിലേക്ക് പോകുന്നത്. അപ്പൊ ഷാർജ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് യാത്രയെങ്കിലും അവിടെ നിന്ന് ചെന്നിട്ട് യാത്ര പറയുമ്പോൾ എന്തോ ഒരു സങ്കടം തോന്നി. എന്തോ ചേട്ടനോട് യാത്ര പറഞ്ഞപ്പോ എനിക്ക് എന്തോ എന്റെ അച്ഛനെ മിസ് ചെയ്തതുപോലെ തോന്നി. ഒരു ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു കേട്ടോ. അല്ലാതെ എല്ലാം കൊണ്ടും എൻ്റെ അച്ഛൻ വർക്ക് ചെയ്ത സ്ഥലം, സഞ്ചരിച്ച വഴികള്, അതിലൂടെയൊക്കെ എനിക്കൊന്ന് സഞ്ചരിക്കാൻ കഴിഞ്ഞത് എനിക്കൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഞങ്ങള് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ലഗേജ് ഒക്കെ എടുത്തിനിയും കയറണം. എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റിന്റെ ടൈം 2 മണി എങ്ങാണ്ടായിരുന്നു. നമ്മളൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. ചേട്ടൻ താമസിക്കുന്നിടത്ത് നിന്ന് അടുത്താണ് എയർപോർട്ട്. നമ്മൾ ഷാർജയിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ട് മീനൊക്കെ മേടിച്ച് തെർമോക്കോളിൽ ഐസൊക്കെ ഇട്ട് കവർ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. സൗദി ചെല്ലുമ്പോൾ എന്താവുമെന്ന് അറിയില്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് ഐസൊക്കെ അതുപോലെ തന്നെ നിപ്പുണ്ടായിരുന്നു. എനിക്കൊന്നും ഒരു 1:45 ഒരു 1:45 അത്രയും മണിക്കൂറേ ഉള്ളൂ ട്രാവല്. ഷാർജയിൽ നിന്ന് നമ്മുടെ റിയാദിലേക്ക് ഫ്ലൈറ്റിന് വരുന്നതിന് അത്രയും ടൈം എടുക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് സമയം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ റിയാദ് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ അധികം ദൂരമൊന്നുമില്ല, ഒരു 20-25 മിനിറ്റ്സ് അത്രയൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പൊ ഒരുപാട് ടൈം എടുക്കുന്നില്ലല്ലോ. എന്തായാലും നല്ല ഫ്രഷ് ആയിട്ട് മീനൊക്കെ കിട്ടി. ഞങ്ങളിത് എയർപോർട്ടിലൊക്കെ എത്തി. ഇനി ലഗേജ് കൊണ്ട് മുകളിലേക്ക് പോവാണ്. ഞങ്ങളിങ്ങനെ എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. എനിക്ക് വീഡിയോ ഒക്കെ കാണുമ്പോഴേ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അങ്ങനെ ചേട്ടൻ്റെ കൂടെ ഒരു സെൽഫി ഒക്കെ എടുത്ത് ഞങ്ങൾ ചേട്ടനോടൊക്കെ യാത്ര പറഞ്ഞ് ഇനി ഞങ്ങൾ ഉള്ളിലേക്ക് പോവാണ്. എന്താ പറയാ, ഒന്നും ഇങ്ങോട്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കല്യാണി ആണെങ്കിൽ മുട്ടായി മേടിക്കാനാണെന്ന് പറഞ്ഞ് പൈസയൊക്കെ കൈ പിടിച്ചോണ്ട് നിൽപ്പുണ്ട്. ഇതിനകത്ത് കയറിയപ്പോഴും എനിക്ക് കുറേ നേരം ഇങ്ങനെ ഒരു വിങ്ങല് ഫീൽ ചെയ്യായിരുന്നു. എന്തോ എൻ്റെ അച്ഛനെ എനിക്ക് മിസ് ചെയ്തതുപോലെ ഭയങ്കരമായിട്ട് ഫീലായി. എന്തോ എനിക്ക് ഉള്ളിൽ ചെന്നപ്പോഴും എന്തോ ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ നമ്മള് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ഇനി നമ്മൾക്ക് റിയാദിലേക്ക് പോകണം. എനിക്ക് കുറേ നേരമായപ്പോഴത്തേക്ക് എനിക്ക് നല്ല തലവേദന വരാൻ തുടങ്ങി. നല്ല തലവേദനയായിരുന്നു. ഫ്ലൈറ്റിൽ കയറിയിട്ട് ഇനി കയറിയപ്പോഴും ഞാൻ പറഞ്ഞു, മനു എനിക്കൊരു കോഫി മേടിച്ചിരുന്നേന്ന്. നമ്മൾ ഫുഡ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു ശരിക്കും ഫ്ലൈറ്റില്. കാരണം ഒന്ന് കുറച്ചു നേരത്തെ ട്രാവലല്ലേ ഉള്ളൂ, നമ്മൾ കഴിച്ചിട്ടായിരിക്കും കയറുക. അപ്പൊ അങ്ങനെ ഫുഡൊന്നും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോഴും അങ്ങോട്ട് പോയപ്പോഴും നമ്മൾ ഫുഡ് മേടിച്ച്. അപ്പൊ ഈ ഫ്ലൈറ്റിൽ കയറി ഇനി ഒരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഒന്ന് കണ്ണടച്ചിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ റിയാദത്ത്. അത്രയ്ക്ക് ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളതായിട്ടാണ് ഫീൽ ചെയ്തത്. ഫ്ലൈറ്റിനായതുകൊണ്ട് നമുക്ക് പിന്നെ ലോങ് ആയിട്ട് ഫീൽ ചെയ്യില്ലല്ലോ. ഒരു 1.25 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ ഫുഡൊക്കെ ഒന്ന് കാഴ്ചയൊക്കെ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് എത്തി. അത്രേ ഒരു ഫീലേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു പാട്ട് 2-3 പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോഴത്തേക്ക് ടൈം ഷൂ എന്ന് പറഞ്ഞ് പോകും. അങ്ങനെ ഫ്ലൈറ്റ് ഞങ്ങളിങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞു. കല്യാണിയോട് ചോദിച്ചു, കല്യാണി ഹാപ്പിയാണോ? കല്യാണി പറഞ്ഞു, എനിക്ക് ദുബായി പോണം, ഷെറിന്റെ അടുത്ത് പോണം. ഷെറിച്ചേട്ടനെ ഷെറിനെ വിളിക്കുക. അപ്പൊ ഷെറിന്റെ അടുത്ത് പോണോ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ആളിങ്ങനെ കുറച്ച് സാഡായിട്ടിരിക്കും. നമ്മളിങ്ങനെ ആളെ ആക്റ്റീവ് ആക്കാനൊക്കെ നോക്കി. അയാൾക്ക് ഭയങ്കര സങ്കടമായി. കാരണം സൗദി വരുമ്പോഴത്തേക്ക് ഷെറിച്ചേട്ടനെ പോലെ കമ്പനി അടിച്ചിരിക്കാൻ വേറെ ആരെയും കിട്ടുന്നില്ലല്ലോ. മനു ഞാനും അല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ ചെന്നപ്പോ ഷെറിച്ചേട്ടനെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. സന്തോഷവും സങ്കടവും എല്ലാം നിറഞ്ഞതാണല്ലോ ലൈഫ്, അല്ലേ? അപ്പം ഇനി നമ്മള് സങ്കടം ഓർത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മള് റിയാദിലൊക്കെ എത്തി, റൂമിലൊക്കെ പോയി ഫിഷൊക്കെ എടുത്ത് വെച്ചു. നമ്മൾ പുറത്തേക്ക് കഴിക്കാനും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പെപ്പർ ട്രീയിലൊക്കെ പോയി. സ്ഥിരമായിട്ട് ഞാൻ ബിരിയാണി തന്നെ. ബിരിയാണി കഴിച്ചു, കല്യാണി ചിക്കൻ ലോലിപ്പോപ്പ് കഴിച്ചു, മനു ഒരു കിഴി പൊറോട്ടയും കഴിച്ചിട്ടുണ്ട്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഇനിയും വീട്ടിലേക്ക് പോവാണ്. നമ്മൾ റൂമിൽ ചെന്നപ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ ഷാർജയിൽ നിന്ന് ഫിഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ആദ്യമേ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാനേ ഒരു സമയത്ത് വണ്ണം വെക്കാൻ ഒരുപാട് പാടുപെട്ട ഒരാളാണ്. ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ്. വണ്ണം എങ്ങനെയും ഒന്ന് കുറയ്ക്കണമെന്ന് കരുതിയിട്ടാണ് നടക്കുക. പക്ഷെ ഫുഡ് കഴിക്കാതെ പട്ടിണി കിടന്നൊന്നും വണ്ണം കുറയ്ക്കാൻ എന്നെ കിട്ടൂലെന്നേ. ഞാൻ ഫുഡ് കഴിക്കും, നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് എന്നിട്ട് എനിക്ക് വണ്ണം കുറയണം എന്നുള്ള ആഗ്രഹം. പണ്ടാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാ. എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അമ്മയ്ക്ക് എന്നെ നല്ല വഴക്ക് പറയായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടി. എനിക്കാണെങ്കിൽ ഇതാ ഒരു ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുൾ എനിക്ക് ഫുഡേ വേണ്ട, അങ്ങനെയായിരുന്നു. അതുപോലെ ഒരു ബിസ്ക്കറ്റ് കിട്ടിയാൽ അന്നത്തെ ദിവസം എനിക്ക് വേറെ ഫുഡ് വേണ്ട. അങ്ങനെ ഫുഡ് കഴിക്കാനേ എനിക്ക് മടിയായിരുന്നു. ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം കിട്ടിയാൽ മതിയായിരുന്നു. ഇനി ഞാൻ ഫുഡ് കഴിക്കുകയേ ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 36-40 കിലോ മാക്സിമം, അത്രേ വെയിറ്റ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഹൈറ്റ് ഒരു 163-164 ഒക്കെ ഉണ്ട്. എന്റെ വെയിറ്റ് പക്ഷേ 36, ഒരു 40 ഒക്കെ വരെ വന്നിട്ടേ ഉള്ളായിരുന്നുള്ളൂ. അതുപോലെ തന്നെ വണ്ണം വെക്കാൻ ഉണ്ടാക്കിയ കഷ്ടപ്പാടിന്റെ ഇരട്ടിയാണ് ഈ വണ്ണം ഒന്ന് കുറച്ചെടുക്കാനേ. അപ്പൊ ശരി, ഓക്കെ, ബൈ, സീ യു.